ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. പക്ഷേ അതൊരു വെറൈറ്റി റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. നമ്മൾ ചിക്കൻ കഴുകി വച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1/4 സ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി നമ്മളൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളൊക്കെ പോകാനുണ്ടെങ്കിൽ അതിൽ നിന്ന് പോയി കിട്ടും. പിന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 2.5 സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2-3 സ്പൂണോളം. പിന്നെ നമ്മൾ ചെറുതായിട്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നില്ല കേട്ടോ. നമുക്ക് സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടണം. സവാളയൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നടുക്കേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു വലിയ തക്കാളിയാണ് എടുത്തിരുന്നത്. അപ്പോൾ ആ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ സവാള അതിൻ്റെ മുകളിലേക്ക്, അതായത് തക്കാളിയുടെ മുകളിലേക്ക് വരുന്ന വിധത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സവാള കരിയാതിരിക്കും നമ്മൾ അങ്ങനെ ഇടുമ്പോൾ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു, 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇത് മിക്സ് ചെയ്യുക. ഈ മസാലകളുടെ എല്ലാം പച്ചമണം പോകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ വച്ചിരിക്കുന്ന ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ പാത്രം കൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് മൂടി വയ്ക്കുന്നുണ്ട്. ഇളക്കിയൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മളതെടുത്ത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിനായിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു 2-3 പ്രാവശ്യം മൂടി വെച്ച് വേവിച്ച് അതിൻ്റെ ഒപ്പം തന്നെ ഇളക്കി കൊടുത്ത് അങ്ങനെ നമ്മൾ കുക്കാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തപ്പോൾ ഇപ്പോൾ മസാലയെല്ലാം എല്ലാ സ്ഥലത്തേക്കും മിക്സ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുത്ത് തന്നെ നമ്മൾ കുറച്ച് നേരം ഇത് വേവിച്ചെടുക്കണം. മൂടി വെച്ചിട്ട് വീണ്ടും ഇളക്കി കൊടുത്ത് അങ്ങനെ ഒരു 5 മിനിറ്റ് ഇടവിട്ട് ഇളക്കി കൊടുത്ത് അങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. വെള്ളമൊക്കെ ആഡ് ചെയ്യുന്നത് ഏറ്റവും അവസാനമാണ്. ഇതിലേക്ക് വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇടുക. പിന്നെ നമ്മൾ കറിവേപ്പില ഇങ്ങനെ ഒരു 3 എടുത്തിട്ട് ഇത് മേലിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഊരുന്നൊന്നുമില്ല. അപ്പോൾ ആ ഒരു
ഇതോടെ കിടക്കാൻ നേരത്ത് തണ്ടോടെ കിടക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് നന്നായിട്ട് നിൽക്കാൻ ഒരു സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയാണ് ഞാൻ പറഞ്ഞ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തക്കാളി സോസാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തക്കാളി സോസ് അതിലേക്ക് ഊറ്റിയിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. പിന്നെ നമ്മൾ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് ഓൾറെഡി അത് വെന്തിട്ടുണ്ട്. ഒന്നുകൂടെ വെന്ത് ഇച്ചിരി ചാറോടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ശകലം തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരടിപൊളി ചിക്കൻ കറി നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഗസ്റ്റൊക്കെ വരാൻ നേരത്ത് അവർ ഞെട്ടിക്കാൻ പാകത്തിനുള്ള ഒരു കറിയായിരിക്കും. അങ്ങനെ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.